നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനിയും ആ ജോലിയിൽ തുടർന്നാലേ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അനാവശ്യം പറയരുത്. ഇവൾ എന്തനാവശ്യമാ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ അവസ്ഥയിൽ ജോലിയിൽ തുടരണ്ടെന്ന്. അപ്പൊ ഞാൻ പറയുന്നതിന് ഒരു വിലയില്ല. എന്നിട്ടിപ്പൊ എന്തായി? നിനക്ക് ഇവളെന്തെങ്കിലും പറയുമ്പോ വലിയ പുച്ഛമാണല്ലോ. പക്ഷെ ഇവൾക്ക് പോലും ജോലി ചെയ്താ കുഞ്ഞിന് അപകടം സംഭവിക്കുന്നു മനസ്സിലായി. പക്ഷേ നിനക്ക് നിന്റെ ഭാര്യ പറയുന്നതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. അമ്മേ, മഞ്ജുവിന് സംഭവിച്ചതൊരു ആക്സിഡന്റ് അല്ലേ? അതിനെ അവളിങ്ങനെ കുറ്റപ്പെടുത്തി എങ്ങനെ ശരിയാവുക? അടങ്ങി ഒതുങ്ങിയിരുന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലിയാണ് അവള് ചെയ്യുന്നതെങ്കിൽ അതിനിടയില് എന്തെങ്കിലും പരിക്ക് പറ്റിയ അത് ആക്സിഡന്റ് ആണെന്ന് പറയാം. ഡ്യൂട്ടി ചെയ്യുമ്പോ ഏത് നിമിഷവും ജീവൻ ആപത്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും കുഞ്ഞിനെ ചുമന്നോണ്ട് ഇറങ്ങി തിരിച്ചിട്ട് സംഭവിക്കുന്നതിന് ആക്സിഡന്റ് ഒന്നൊന്നുമല്ല, അഹങ്കാരമെന്നാ പറയാ. നിന്നോടൊരു കാര്യം ഞാൻ പറയാ, ഇവിടുന്ന് പുറത്തിറങ്ങിയ അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് പ്രസവം കഴിയുന്നത് വരെ ലീവ് എടുപ്പിക്കണം. അവള് ചോദിക്കാഞ്ഞിട്ടല്ലമ്മേ, അവൾക്ക് ലീവ് കിട്ടില്ല. ലീവ് കിട്ടിയില്ലെങ്കിൽ ജോലി രാജിവെക്കാൻ പറയണം. അല്ലെങ്കിലും അവളുണ്ടാക്കുന്ന കാശുകൊണ്ട് കുടുംബം നയിക്കേണ്ട ഗതികേടൊന്നും നമുക്കില്ല. അമ്മേ, ഇങ്ങനെ എടുത്തയാടി ഒരു തീരുമാനം എടുക്കണ്ട. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഈ തീരുമാനം എടുത്തത്. ഇത്തവണ ദൈവാധീനം കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാ തവണയും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഈ ജോലി കൊണ്ട് ആർക്ക് എന്ത് ഗുണ ഉള്ളത്? കാശൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും ശത്രുക്കൾ ആവശ്യത്തിന് അധികം കിട്ടും. വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും നോക്കാതെ കൊല്ലാൻ മടിക്കാത്തവരെ ഇവളുടെ ശത്രുക്കൾ ഓർക്കണം. മഞ്ജുവിനെ ചികിത്സിച്ച ഡോക്ടറിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ നമ്മളെയൊക്കെ ഇവര് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവള് കാരണം വീട്ടിലെ ഗുണ്ടകൾ വരെ കയറി ആക്രമിച്ചില്ലേ? ഇതെല്ലാം ആ ജോലി കാരണമാ സംഭവിച്ചത്. ആത്മാവുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിന്റെ അച്ഛന് മഞ്ജു യൂണിഫോം ധരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് സഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഈ കാണുന്നതൊക്കെ സംഭവിക്കുന്നത്. വെറുതെ എന്തിനാമേ ഗിരിയുടെ അച്ഛനൊക്കെ ഈ വിഷയത്തിലേക്ക് വലിച്ചെടുക്കുന്നത്? ഞങ്ങളുടെ അച്ഛന്റെ കാര്യം പറഞ്ഞ നിനക്കെന്താ? ഈ വിഷയത്തെക്കുറിച്ച് ഇനി അധികം ചർച്ച ചെയ്യാനൊന്നുമില്ല. മഞ്ജു ഇനി ജോലിക്ക് പോകുന്നില്ല, അത്രേ ഉള്ളൂ. അത് നീ തീരുമാനിച്ച മതിയോ? മഹിമേ, നീ എന്റെ വീട്ടിൽ അതിഥിയായിട്ട് താമസം തുടങ്ങിയിട്ട് കാലം കുറയായി. ചിലപ്പോ അതുകൊണ്ട് നീ ആ കുടുംബത്തിന്റെ ഒരു ഭാഗമാണെന്ന് നിനക്ക് തോന്നി തുടങ്ങിക്കാണും. അങ്ങനെ തോന്നുന്നതില് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ആ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രം ഒരു സ്ഥാനവും നിനക്ക് ഞാൻ തന്നിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന നിന്റെ ഈ സ്വഭാവം നിർത്തുന്നത് നിനക്ക് നല്ലത്. നിന്റെ കല്യാണത്തിന് ഇനി അധിക ദിവസമില്ല. അതിനു മുമ്പായിട്ട് നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ അത് നന്നാവില്ല. മഞ്ജുവിന് ബോധം തെളിഞ്ഞ ഉടനെ ജോലി രാജിവെക്കാനുള്ള കടലാസിൽ ഒപ്പ് വാങ്ങണം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതൊരു ആശുപത്രിയാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ടോ? എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും വീട്ടിൽ ചെന്നിട്ടാവാം. ഞങ്ങളെല്ലാവരെയും നന്നായിട്ട് പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. നമ്മുടെ കുഞ്ഞ് പേടിക്കണ്ട, കക്ഷിക്ക് ഒരു കുഴപ്പമില്ല. അതെ, കുഞ്ഞ് അമ്മയെ പോലെ തന്നെ നല്ല സ്ട്രോങ്ങാ. ഗിരീട്ടാ, ഞാന് ഭീമന്റെ പുറകെ പോയപ്പോഴാ ആക്സിഡന്റ് പറ്റിയത്. ആരോ പുറകേന്ന് വണ്ടി കൊണ്ടിടിച്ചു. ഭീമന്റെ ഏതെങ്കിലും കൂട്ടാളികളായിരിക്കും നിന്നെ ഇടിച്ചത്. ഭീമനെ കയ്യകലത്ത് കിട്ടിയിട്ടും എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. അയാളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ സ്വപ്നയ്ക്കെതിരെയുള്ള കേസ് തള്ളി പോവുമായിരുന്നു.
അതിനെക്കുറിച്ച് ആലോചിച്ച് നീ ഇനി ടെൻഷൻ അടിക്കണ്ട. ഭീമനെ അവന്റെ കൂട്ടാളികളെയും തൂക്കിയെടുത്ത് നിന്റെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ. അടിച്ചവന്റെ കയ്യോ കാലോ തല്ലിയൊടിക്കണമെന്ന് വിചാരിച്ചതാ ഞാൻ. പക്ഷേ അതിനു മുമ്പ് അവിടെ പോലീസ് എത്തി. ഭീമൻ ആര് പറഞ്ഞിട്ടാ സ്വപ്നയുടെ വണ്ടിയിൽ മയക്കുമരുന്ന് വെച്ചെന്ന് പറഞ്ഞോ? ഇല്ല, അതൊക്കെ പോലീസുകാർ ചോദിച്ച് മനസ്സിലാക്കിക്കോളും. ആ, കുറച്ചു നേരത്തേക്ക് അതൊക്കെ തലേന്ന് മാറ്റി വെച്ചിട്ട് ദാ എന്നെക്കുറിച്ചും നമ്മുടെ കുഞ്ഞിനെക്കുറിച്ചും മാത്രം ചിന്തിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ചേച്ചി ഉണർന്നോ? ചേച്ചി ഉണർന്ന എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പൊ കണ്ണു തുറന്നേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വകാര്യങ്ങൾ പറയാനുണ്ടാവും. മഞ്ജുവിന്റെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം നോക്കി. ഫൈൻഡിങ്സ് എല്ലാം നോർമലാണ്. അധികം വൈകാതെ ഡിസ്ചാർജ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്താ നേരെ ഡ്യൂട്ടിക്ക് കയറാൻ മഞ്ജുവിന്റെ ധൃതി കാണും ഡോക്ടറെ. എന്തായാലും ഇനി ഡ്യൂട്ടിക്ക് കയറണോ വേണ്ടോ എന്ന് ആലോചിക്കാൻ ആവശ്യത്തിന് സമയമുണ്ടല്ലോ. ഇവൾക്ക് കുറച്ചു ദിവസം വിശ്രമിക്കേണ്ടി വരില്ലേ ഡോക്ടറെ? തീർച്ചയായും. എന്തായാലും മഹിമയുടെ കല്യാണം ഇങ്ങ് അടുത്തില്ലേ? കല്യാണം കഴിയുന്നതുവരെ ഞാൻ മെഡിക്കൽ ലീവിന് എഴുതി തരാം. ഡിപ്പാർട്ട്മെന്റിന് ലീവ് തരേണ്ടി വരും. താങ്ക് യു ഡോക്ടർ. അപ്പോ കല്യാണം കഴിയുന്നവരെ അമ്മക്ക് സമാധാനായില്ലേ? നിന്റെ യൂണിഫോം ഊരി വെക്കാൻ സമയമായി മഞ്ജു. എന്തൊക്കെയാ വിളി പറയുന്നത്? നീ ജോലി രാജിവെക്കണോന്ന് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങ് തീരുമാനിച്ചു. എന്റെ ജോലി ഞാൻ രാജിവെക്കണമെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോ? അത് കൊള്ളാലോ. ചിരിച്ചോ ചിരിച്ചോ, ഇത് നിന്റെ ഒടുക്കത്തെ ചിരിയാവും. നിന്റെ ജോലി കാരണം കുഞ്ഞിനുണ്ടാവുന്ന അപകടം അമ്മ കണ്ടു കഴിഞ്ഞു. ഇനിയും നിന്നെ ഈ ജോലി ചെയ്യാൻ അമ്മ സമ്മതിക്കില്ല. എന്റെ അച്ഛൻ കാരണം എനിക്ക് കിട്ടിയ ജോലിയാ. അതിൽ തുടരാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. നീ ഇങ്ങനെ തന്നെ അമ്മയോടും തർക്കിച്ചാ മതി. നിന്നെ അമ്മയ്ക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. എന്നിട്ടും അമ്മ നിന്നെ ഇപ്പൊ ശുശ്രൂഷിക്കുന്നതേ നിന്റെ വയറ്റിൽ വളരുന്ന അമ്മയുടെ പേരക്കുട്ടിക്ക് വേണ്ടി മാത്രമാ. ആ കുഞ്ഞിന് നിന്റെ ജോലി കാരണം ദോഷമാണ് സംഭവിക്കുന്നതെന്ന് കണ്ടാലേ പിന്നെ അമ്മ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളും. മതി, നിർത്തോ. ഈ അവസ്ഥയിലെങ്കിലും അവൾക്ക് കുറച്ച് മനസ്സമാധാനം കൊടുക്കരുതല്ലേ? അവള് പറയുന്ന ഒന്നും ചേച്ചി കാര്യാക്കണ്ട. ചേച്ചി ജോലി ഒരിക്കലും രാജിവെക്കരുത്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല മോളെ. നീ ജോലി രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മോളെ. എന്നെ എന്തിനാ ദേഷ്യപ്പെട്ട് നോക്കുന്നത്? ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ ഈ വിഷയത്തെ ചൊല്ലി വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ തീരുമാനമായി.